നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ തന്റെ ഉദ്ദേശം? പ്രിയങ്ക എന്തുകൊണ്ടാണ് ഞാൻ സിനിമയിൽ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് തനിക്കറിയോ? ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചാൽ എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകാൻ അവൾ വാക്ക് പറഞ്ഞു. ഞാനത് ചെയ്തത് നമുക്ക് വേണ്ടിയാ, ഇനിയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി. എന്നിട്ട് ഇന്ദ്രജിത്ത് മേനോൻ എന്തോ പറഞ്ഞപ്പോഴേക്കും താൻ അഭിനയിക്കാൻ സമ്മതിക്കേണ്ട കാര്യം എന്താ? താൻ ആ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല. ഇതെന്റെ തീരുമാനം. എനിക്ക് പകരം പ്രിയങ്കയാണ് അഭിനയിക്കുന്നെങ്കിൽ ഇവർ തമ്മിൽ പിരിയും. അതോടെ കുടുംബം ഇല്ലാതാവും. ഞാൻ അഹങ്കാരി എന്ന് തോന്നിയാലും കുഴപ്പമില്ല. തൽക്കാലം വരുണ്ണ എനിക്ക് വെറുപ്പിച്ചേ പറ്റൂ. ഞാൻ ചോദിച്ചത് കേട്ടില്ല താൻ? കേട്ടു. എന്നെ തേടി വന്ന അവസരം ഞാൻ എന്തിനു വേണ്ടെന്ന് വെക്കണം? അപ്പൊ ഇങ്ങനെയൊക്കെ താൻ ആഗ്രഹിച്ചിരുന്നു? ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും കാണില്ലേ? അത് ആരെങ്കിലും നെറ്റിയിൽ എഴുതി ഒട്ടിച്ച് നടക്കാറുണ്ടോ? ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. എടോ, എനിക്ക് തന്റെ പ്രശ്നം എന്താണെന്നറിയാം. തനിക്ക് എന്നെ ജീവനെ പോലെ ഇഷ്ടമാണെന്നും അറിയാം. പക്ഷേ പ്രിയങ്കയുടെ ജീവിതം, അവളുടെ ഭാവി, കുടുംബജീവിതം, ഇതൊക്കെയാണ് തന്റെ പ്രശ്നം. അതുകൊണ്ടാണ് പ്രിയങ്കയുടെ ഭാവി സുരക്ഷിതമാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കിടക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. എടോ, അല്പം സാവകാശം എനിക്ക് തന്നാ മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ എല്ലാവരോടും സംസാരിച്ച് തീരുമാനം ഉണ്ടാക്കിക്കോളാം. നാണമില്ല ഇങ്ങനെയൊക്കെ പറയാൻ? ആരോടാ ചെന്ന് സംസാരിക്കാൻ പോകുന്നത്? കണിമംഗലത്തോ? അതോ ആറ്റുശ്ശേരിയിലോ? അതോ നാട്ടുകാരെടുത്തോ? ഭാര്യയുടെ ചേച്ചിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാല് ഇതിൽ ആരാ സമാധാനത്തോടെ കേട്ടു നിൽക്കുന്നത്? ആളുകൾ കളിയാക്കില്ലേ? പോയി വിളിക്കില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, വരണൊരു കാര്യം മനസ്സിലാക്കിക്കോ. നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നവരൊന്നും അവർക്ക് ഇഷ്ടമുള്ള ജീവിതം അല്ല ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു രീതിയിൽ ഓരോ ജീവിതത്തിനകത്ത് അകപ്പെട്ടു പോയവരാ. പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അതിനകത്ത് തുടരേണ്ടി വന്നവരും. അതുപോലെയാ നമ്മളും. നമുക്കിടയിലുണ്ടായ ബന്ധം, പ്രിയയും വരുണുമായിട്ടുണ്ടായ ബന്ധം, ഇതൊക്കെ സാഹചര്യമാ. അത് മുന്നോട്ട് പോയേ പറ്റൂ. മോട്ടിവേഷനൊക്കെ കൊള്ളാം. എടോ, മനസ്സിലുള്ളത് അടക്കി പിടിക്കാൻ മുമ്പേ നല്ല ബിരുദാണല്ലോ. എങ്ങനെയാണോ തനിക്കതൊക്കെ പറ്റുന്നേ? എങ്ങനെ ഞാൻ പെട്ടെന്ന് തനിക്കൊരു അന്യനായി? ഓ, ഇനിയിപ്പം നായികയായി സെലിബ്രിറ്റി ആയി കഴിഞ്ഞാല് പിന്നെ പുതിയ ജീവിതം, പുതിയ കൂട്ട്, പുതിയ സാഹചര്യങ്ങള്, അങ്ങനെയൊക്കെ ആവുമല്ലോ അല്ലേ? അതെ, അത് ഓർത്തിട്ട് തന്നെയാ ഞാനും ഇനി എന്റെ ജീവിതം ഒന്ന് സുഖിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടിയാ ഇന്ദ്രജിത്ത് മേനോന്റെ ഓഫർ ഞാൻ സ്വീകരിച്ചതും. എന്റെ അച്ഛൻ എനിക്ക് സമ്മതം തന്നാല് ആ സിനിമയിൽ ഞാൻ അഭിനയിക്കും. അതിന് എനിക്ക് വേറെ ആരോട് സമ്മതം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ജീവിതം എനിക്ക് വിട്ടേക്ക്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറയുന്നൊന്നും കേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.